ഒരു സംശയം. അതെ അതെ, തീന ഭാഷയിൽ കുത്തുബ എന്ന് പറയുന്ന ടീം തന്നെയാണ്. അല്ല, മനസ്സിലായാലും ആരാണ്? അപ്പൊ മനസ്സിലായി. മറ്റേ മടവൂര് ലോകം നിയന്ത്രിക്കുന്നു പറയുന്ന, പതിനങ്ങൾ നമ്മുടെ പേരിൽ വരുന്ന കള്ളനെ കാക്കുന്നു പറയുന്ന, കുത്തുമണിക്ക് മുമ്പ് കുട്ടിനെ തരുമെന്ന് പറയുന്ന അല്ലെ? പിന്നെ മമ്പുറത്ത് തങ്ങൾ നമ്മുടെ രോഗം ഷിഫിയാക്കുന്ന വിശ്വസിക്കുന്ന ആ ടീമല്ലേ? എന്താണ് പ്രശ്നം പറഞ്ഞു? ഒരു സംശയം. നിങ്ങളെ കൂട്ടത്തിൽ കുറെ ആൾക്കാർ ഹജ്ജിനും പുറത്തൊക്കെ പോണില്ലേ? അവിടെ ചെന്നിട്ട് നിങ്ങൾ ജുമാസ്കരിക്കോ അതല്ലെങ്കിൽ എങ്ങനെ ഓവർസ്കരിക്കോ നാട്ടിൽ വന്നിട്ട് മടക്കിസ്കരിക്കോ അതിന്റെ മസാല എന്ന് പറഞ്ഞുതരോ? എങ്ങനെ കണക്കെന്ന് പറഞ്ഞിരുക? അറിയാത്തോട് ചോദിക്കണേ. അറിയാത്തോട് ചോദിച്ചാണല്ലേ? ഭയങ്കര തന്നെ ചോദ്യം, ആവശ്യമുട്ട ചോദ്യം. ഇപ്പൊ തലവേര് വിളിക്കരുത്. ഖുതുബ ജനങ്ങൾക്ക് തിരിയണ ഭാഷയിൽ പറയണം എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിപ്പോ കേരളത്തിലാണെങ്കിൽ മലയാളത്തിൽ പറയും, തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴിൽ പറയും, നോർത്ത് ഇന്ത്യ പോയ ഹിന്ദിയിൽ ഉറുദുവിൽ പറയും. അതിന്റെ അർത്ഥം മലയാളത്തിൽ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പള്ളിയിലേക്ക് രണ്ട് തമിഴ്മാർ കയറി ഉടനെ നിർത്തിയിട്ട് തമിഴ് പറയണമെന്നല്ലോ. അതുപോലെ മലയാളികൾ കുറച്ച് ആൾക്കാർ തമിഴ്നാട്ടിലേക്ക് പോയി അവിടെ തമിഴ് ഖുതുബ നടക്കുന്നുണ്ടെങ്കിൽ ഉടനെ അത് മാറ്റി മലയാളത്തിൽ പറയണമെന്നല്ലോ. അല്ലെങ്കിൽ മലയാളികളായ ആൾക്കാർ തമിഴ്നാട്ടിലേക്ക് പോയാൽ അവരുടെ നിസ്കാരം ബാത്തിലായി നല്ലല്ലോ. അതേപോലെ തന്നെയാണ് അറബി നാട്ടിലേക്ക് പോയാൽ, അറബി നാട്ടിൽ അറബികൾ ധാരാളമായി വസിക്കുന്ന സ്ഥലം ആയതുകൊണ്ട് അവിടെ അറബിയിൽ ഖുതുബ പറയും. അപ്പൊ നമ്മൾ പോകുന്ന മലയാളികൾ അത് കേട്ടിരിക്കാം. ഇനി വേറെ ഭാഷയിൽ ഖുതുബ കേട്ടാൽ, വേറെ ഭാഷയിലുള്ള ഖുതുബ പള്ളിയിൽ കയറിയാൽ നിസ്കാരം ബാത്തിലാവും. നമ്മൾ ആരും പറഞ്ഞിട്ടില്ല സഹോദരൻ. പിന്നെ എന്തിനാ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് നുണ പറയുന്നത്? ഞാനൊരു കാര്യം എന്നോട് ചോദിക്കട്ടെ. ഇപ്പോ ഹജ്ജിനൊക്കെ പോയിട്ടുണ്ടല്ലോ, നമ്മളൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ സൗദി അറേബ്യയിലൊക്കെ. നിങ്ങളുടെ ഈ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ ആൾക്കാരോട് സലാം പറയുന്നത്. ഈ ഇവിടെ പോയിട്ടേ സൗദി അറേബ്യയിലൊക്കെ ചെന്നിട്ടേ അവിടെയുള്ള പള്ളിയിലെ ഇമാമാര്, അവിടെയുള്ള സലഫി പണ്ഡിതന്മാരൊക്കെ സലാം അലൈക്കും എന്ന് പറഞ്ഞാൽ തിരിച്ചെന്താ പറയാറുള്ളത്? ഗുഡ് മോർണിംഗ് എന്ന് പറയാം. അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ നീ അങ്ങോട്ട് നിന്നിട്ട് കൈ കൊടുക്കുമ്പോൾ നീ എന്താ പറയാ? നമസ്കാരം എന്ന് പറയല്. എന്റെ വലിയ ഷെയ്ഖുണ്ടല്ലോ കാന്തപുരം, അതുപോലെ കലീൽ ബുഖാരി തുടങ്ങിയ ആൾ പേരോടൊക്കെ സൗദിയിൽ ചെന്നാൽ അവിടുത്തെ പണ്ഡിതന്മാരെ കാണുമല്ലോ, അവിടുത്തെ വലിയ വലിയ പണ്ഡിതന്മാരായിട്ട് കാണുമല്ലോ. അപ്പൊ അവരൊക്കെ ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറയല്. അല്ലെങ്കിൽ അവരും കൊണ്ട് അസ്സലാമു അലൈക്കും, പക്ഷേ ഇയാളെ കണ്ടിട്ട് മുസ്ലിം തിരിച്ചിട്ട് അവർ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഇവർ തിരിച്ച് നമസ്കാരം എന്ന് പറയാറ്. കാരണം കേരളത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അതിപ്പോ എന്നോട് ചോദിക്കട്ടെ, കേരളത്തില് മുജാഹിദുകളുടെ സലഫികളുടെ പള്ളിയിൽ കയറാൻ പാടില്ല, അവിടെ പള്ളി നമസ്കാരം ചെയ്താൽ പറയാറുള്ളത്. അവിടെ സൗദി അറേബ്യ ചെല്ലുമ്പോൾ അവിടെ 100% വഹാബികളാണല്ലോ അവിടുത്തെ പള്ളികളൊക്കെ. പിന്നെ എങ്ങനെ ഇയാൾ പള്ളികൾ നിസ്കരിക്കുന്നത്? ഹറമിന്റെ പള്ളി ഞങ്ങൾ നിസ്കരിക്കുന്നു, മദീനത്തെ പള്ളി ഞങ്ങൾ നിസ്കരിക്കുന്നു, ബാക്കിയുള്ള പള്ളി ഞങ്ങൾ നിസ്കരിക്കും. അവിടുത്തെ പണ്ഡിതന്മാരുടെ കീഴിൽ, അവിടുത്തെ ഇമാമാരുടെ കീഴിൽ നിന്നിട്ട് ജുമായും ഒക്കെ ഇങ്ങനെ നിസ്കരിക്കുന്നു. അപ്പൊ ഞാൻ നിസ്കരിക്കില്ല അവിടെ ചെന്നാൽ 10-15 ദിവസം ഉമ്മക്ക് നിസ്കരിക്കാതെ വരില്ല, അതോ റൂമിൽ നിസ്കരിക്കില്ല, അതോ നാട്ടിലൊന്നും മടക്കല. ഇതൊക്കെ ഒന്ന് പറഞ്ഞില്ല. പിന്നെ അന്റെ കാന്തപുരം കലീൽ ബുഖാരി കൂടിയിട്ട് രണ്ടല്ല യൂറോപ്പിലൊക്കെ ടൂർ പോയപ്പോൾ അവിടെ ഒരു പള്ളിയിൽ ഇംഗ്ലീഷിലായിരുന്നു കുത്തുബ. അപ്പൊ അവിടെ ഇംഗ്ലീഷ് കുത്തുബ കിട്ടുന്നു. അപ്പൊ കാന്തപുരം നാട്ടിൽ മടക്കി നിസ്കരിച്ചിട്ടുണ്ടാവും. ഒന്ന് ചോദിച്ചു കിട്ടാം. മറുപടി പറയണേ. അസ്സലാമു അലൈക്കും.